നമസ്കാരം. 4 മക്കളുള്ള ഒരമ്മ ഇത്രയും പ്രായമായിട്ടും ഒരു വീട്ടുവേല ചെയ്ത് ജീവിക്കുകയാണ്. അതിൻ്റെ കാരണം അവർ ഭയങ്കര കോടീശ്വരയായ ഒരു സ്ത്രീ കൂടെ ആയിരുന്നു കേട്ടോ. കാരണമല്ല, കോടീശ്വരയായ ഒരു സ്ത്രീയായിരുന്നു. ഇവരുടെ ഭർത്താവ് പണ്ട് ഗൾഫിൽ ഭയങ്കര വലിയ ജോലിയൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് 3-4 വയസ്സായ സമയത്ത് ഈ ഭർത്താവ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര വിജയമായിരുന്നു. പക്ഷേ ആരൊക്കെയോ കയറി ചതിക്കുകയൊക്കെ ചെയ്ത് ഇയാളുടെ കയ്യിൽ നിന്ന് ഈ ബിസിനസ് എല്ലാം പോയി. അതിൻ്റെ കൂട്ടത്തിൽ ഈ മനുഷ്യന് ഭയങ്കരമായ എന്തൊക്കെയോ അസുഖങ്ങളുമായിപ്പോയി. വലിയ താമസമില്ലാതെ ഇവരെല്ലാം നാട്ടിൽ പോയി. ഈ മനുഷ്യൻ്റെ ചികിത്സയ്ക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടായത് കാരണം, മുന്നോട്ട് പോകാൻ പറ്റാത്തത് കാരണം, നോക്കിക്കോണം, വളരെ ലക്ഷറി ലൈഫ് നിന്ന ഒരു സ്ത്രീ ലാസ്റ്റിൽ ഈ ഗൾഫിലേക്ക് വീടുകളിലേക്ക് ജോലിക്കായിട്ട് ഒരു ഇതിലേക്ക് ഇങ്ങ് വന്നു. കുട്ടികളെ നോക്കുന്നു, കാര്യങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ മനുഷ്യൻ മരിച്ചുപോയി. ഈ സമയത്ത് കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു 10-ലോ 11-ലോ അങ്ങനെയൊക്കെ നിൽക്കുക. 4 പിള്ളേരാണ് അടുപ്പിച്ചു. ഈ പിള്ളേരെയൊക്കെ ഈ ഗൾഫിലെ ഈ ജോലിക്ക്, അതായത് ഗൾഫിലെ പല വീടുകളിൽ പോയി പാത്രം കഴുകുകയും കുഞ്ഞുങ്ങളെ നോക്കുകയും അങ്ങനെ നടന്ന് ഇവർ ഏകദേശം പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് പുറത്തായി. എല്ലാ കുട്ടികളും അത്യാവശ്യം നല്ല ജോലിയിലൊക്കെ ആയി നിൽക്കുകയാണ്. എന്നാൽ ഈ സ്ത്രീ സ്വാഭാവികമായിട്ടും വിചാരിച്ചൊക്കെ ഇവർ ഒക്കെ അങ്ങ് പോകാം, നാട്ടിലേക്ക് സെറ്റിലായി ചെല്ലാമെന്ന് കരുതിയിട്ട് ഇവർ ചെല്ലുമ്പം ഈ പിള്ളേരാരും ഇവരെ വീട്ടിൽ സ്വീകരിക്കുന്നില്ല. ഈ മക്കളുടെ വീട്ടിലൊക്കെ ഇവർ പോയി നിന്നു. മക്കൾക്കെല്ലാം വീടൊക്കെ ആയി, എല്ലാവരുടെ കല്യാണം കഴിഞ്ഞു. മക്കളുടെ വീട്ടിലൊന്നും ഇവർക്ക് അവർ അത്ര താല്പര്യം കാണിക്കുന്നില്ല. ഇപ്പോൾ അമ്മയ്ക്കൊന്ന് വയ്യാഴിക എന്നാൽ പോലും ഇപ്പോൾ ആശുപത്രിയിലോട്ടൊന്ന് കൊണ്ടുപോകാനോ മറ്റു കാര്യങ്ങൾക്ക് ഒന്നും മക്കൾക്ക് താല്പര്യമില്ല. അപ്പം സാധാരണ ആരെങ്കിലും ഒരാൾ ഒരു മനസാക്ഷി ഉണ്ടാകുന്ന ആളാവണം. പക്ഷേ ഇത് എല്ലാവരും ഒരേപോലെ തന്നെ ആർക്കും വേണ്ട. അവസാനം ഇവർ പിള്ളേർ തമ്മിലൊരു ഇതായി. ഒരു വർഷത്തിൽ 12 മാസം 4ആയിട്ട് വീതിച്ച് അമ്മ അവിടെ നിൽക്കട്ടെ, അമ്മ ഇവിടെ നിൽക്കട്ടെ, അമ്മ അങ്ങനെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങി. അവസാനം ലാസ്റ്റിൽ ഈ അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാതായിട്ട് ഇവർ പണ്ട് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, അതായത് ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടുകാരുണ്ട്, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയുണ്ട്. അവരെ ഇങ്ങനെ എന്തോ പറഞ്ഞു സംസാരിച്ചപ്പം അവർ സെറ്റിൽ ചെയ്ത് നാട്ടിലോട്ട് പോരുവാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോവാം, നമുക്ക് അവിടെ കഴിയാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആ സ്ത്രീ ഗൾഫിൽ നിന്ന് റിട്ടയർഡായി വന്ന് അവരുടെ വീട്ടിൽ കഴിയുകയാണ്. എന്നോട് പറയാണ്, എന്നെ ഇടയ്ക്ക് ഇവർ വിളിച്ച് സംസാരിച്ചാണ്. ഇവരോട് പറയുന്നത്, അവിടെ ചെന്നത് പിന്നെ ഒരു പ്രാവശ്യം പോലും ഈ പിള്ളേർ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്നോ അമ്മയ്ക്ക് സുഖമാണെന്നോ ഒന്നും ചോദിച്ച് വിളിക്കാറൊന്നുമില്ല. അവരുടെ ആ പിള്ളേർക്ക് അവർക്ക് അമ്മയെ വലിയ താല്പര്യമില്ല. എന്നാൽ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടാണെന്നും ഇത്രയും ബുദ്ധിമുട്ടിക്കൂടാണ് ഞങ്ങളെ പഠിപ്പിച്ചതെന്നും ഇതൊന്നും മക്കൾക്ക് ചിന്തയില്ല. ഞാൻ പറഞ്ഞേ, നമ്മൾക്ക് വേണ്ടി കൂടെ കുറേയൊക്കെ ജീവിക്കണം. കാരണം മക്കൾ നോക്കുമായിരിക്കും നല്ല മക്കളാണ്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ചിലപ്പം വിധി നേരെ തിരിച്ച് വിളയാടാൻ സാധ്യതയുണ്ട്.